ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ബിഗ് ബോസ് വീട്ടിലെ പുരുഷ മത്സരാർത്ഥികൾക്ക് കട്ടയ്ക്ക് പണി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബിഗ് ബോസ് വീട്ടിൽ നടന്നിരുന്ന ഗെയിമിൻ്റെ ഏകദേശം ഒരു രൂപം ആണുങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന ഏകദേശം ഒരു ഓണവില്ല് രീതിയിൽ ഗ്രൂപ്പായി കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതായിരുന്നു. അതിൽ കുറച്ചെങ്കിലും പുറത്തേക്ക് പോയത് അനീഷും ആര്യനും മാത്രമാണ്. ബാക്കി എല്ലാവരും ഏറെക്കുറെ ഒരേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. ഇതിനിടയിൽ ചില വനിതാ മത്സരാർത്ഥികൾ ടാർഗറ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ബിഗ് ബോസ് വീട്ടിലെ 3-ാം ദിവസം, അതായത് ബുധനാഴ്ച നടന്ന ലൈവിനിടയിൽ സ്ത്രീ മത്സരാർത്ഥികൾ ഒന്നിച്ചുകൂടാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ഈ ശ്രമത്തിന് നേതൃത്വം വഹിക്കുന്നത് ശാരികയാണ്. ശാരിക പലരോടും സംസാരിക്കുന്നു. പുരുഷന്മാരുടെ ഗെയിമിലും മറ്റുമുള്ള ഈ മേധാവിത്വവും സ്ത്രീകൾക്ക് നേരെയുള്ള സ്ട്രാറ്റജിയും എല്ലാം ഒന്ന് മാറ്റിമറിക്കണം. അതിനുവേണ്ടി ഓരോ വ്യക്തികളോടും പരസ്പരം സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇതേ അഭിപ്രായമുള്ള മറ്റ് പല മത്സരാർത്ഥികളും ആ വീട്ടിലുണ്ട്. ഇവരെല്ലാവരും ഇൻഡിവിജ്വലായി അല്ലെങ്കിൽ ഗ്രൂപ്പായി നിന്ന് പുരുഷന്മാർക്കെതിരെ, പുരുഷന്മാരുടെ ഗെയിമിനെതിരെ നിൽക്കാനായി തീരുമാനിക്കുന്നു. അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കാൻ ശാരികയുടെ നേതൃത്വത്തിൽ ഓരോ തരത്തിലുള്ള സ്ട്രാറ്റജികൾ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ബിഗ് ബോസ് വീട്ടിൽ ഗേൾസിൻ്റെ സൈഡിൽ നിന്ന് ഇൻഡിവിജ്വലായി കളിച്ചിരുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി ഗെയിമിലേക്ക് വളരെ നേരത്തെ ഇറങ്ങിയ 2 പേരാണ് സരികയും ബിന്നിയും. ഇവർ 2 പേരും കാര്യമായി ഗെയിം കളിക്കുന്നുണ്ട് എന്ന് തോന്നിയില്ലെങ്കിലും ഇവർക്ക് വ്യക്തമായ നിലപാടും ഗെയിം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന വ്യക്തമായ ധാരണയുമുണ്ട്. ഇവർ ഓരോ മത്സരാർത്ഥികളെയും കൃത്യമായി അസസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ നീക്കങ്ങൾ എങ്ങനെയാണെന്നും അതിനെ എങ്ങനെ തടയിടണം എന്നും ഇവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല മറ്റുള്ളവരാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാതിരിക്കാനും ഈ 2 മത്സരാർത്ഥികളും നോക്കുന്നുമുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് വീട്ടിലെ പുരുഷന്മാരുടെ ഈ ഒരു ഗ്രൂപ്പ് കളിക്ക് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു കൗണ്ടർ ഗെയിം ഉണ്ടാകും എന്ന് ഉറപ്പാണ്. ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഗ്രൂപ്പുകളും പുതിയ സമവാക്യങ്ങളും ഒക്കെ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഒരു പക്ഷേ ഈ വാരാന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഓണവില്ല് കളി പൂർണ്ണമായും മാറാനും മത്സരാർത്ഥികൾ പരസ്പരം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ശക്തമായ മത്സരം പുറത്തെടുക്കാനുമുള്ള സാഹചര്യമാണ് നിലവിൽ കാണുന്നത്.